ഷുഗർ കട്ടാണോ? എന്നാ പിന്നെ നമുക്ക് മധുരമുള്ള ഒരു വിത്തൗട്ട് ചായ ഉണ്ടാക്കിയാലോ. ഇതാണ് നമ്മുടെ ചായല, നല്ല ഒറിജിനൽ ഉണക്കിയ തേയില. ഇപ്പം നിങ്ങൾക്കിത് കാണുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല, പക്ഷെ ഇത് സെറ്റ് ആവുമ്പോൾ ചായ ആവുമ്പോൾ ഇതിൻ്റെ രൂപം മാറി നോക്കിക്കോ. ഇതാണ് നമ്മുടെ ഷുഗർ ഇല്ലാത്ത ഷുഗർ. നല്ല ചൂട് വെള്ളം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ചൂടൊന്ന് സെറ്റ് ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇതിൻ്റെ കഥ പറഞ്ഞുതരാം. ഇത് സംഭവം എന്ന് പറയുന്നത് സ്റ്റീവിയാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, എനിക്ക് ചായ കുടിക്കുമ്പോൾ മധുരം വേണം. ചായ അഡിക്റ്റ് ഒന്നല്ല ഞാൻ, പക്ഷേ ഇടയ്ക്ക് ചായ കുടിക്കുമ്പോൾ എനിക്കതിൽ മധുരം വേണം. അപ്പോൾ ഈ ഷുഗർ ഇട്ട് ചായ കുടിക്കുക എന്ന് പറയുന്നത് ഷുഗർ കട്ടിൽ പെടില്ലല്ലോ. ഈ സാധനം പക്ഷെ നമുക്ക് ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകൾക്കും കഴിക്കാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ചായ കുടിക്കുമ്പോൾ മധുരമില്ലാതെ കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഒന്ന് കുടിക്കാം. ഷുഗറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. ഈ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇലയില്ലേ സ്റ്റീവിയ, ഈ ഇലയിൽ നിന്ന് ഉണ്ടാക്കുന്ന എന്താ പറയുക, സത്ത് എന്നൊക്കെ പറയാം, അതാണ് ഈ സാധനം. പിന്നെ ഇത് ഷുഗറല്ല, ഇത് എന്താ പറയുക, നമ്മുടെ ഈ ടേസ്റ്റ് ബഡ്സിനെ ഫേക്ക് ചെയ്തിട്ട് മധുരമാണെന്ന് തോന്നിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് ഗൂഗിളിൽ. നിങ്ങളിത് ഗൂഗിൾ ചെയ്തൊക്കെ കുറേ ഇതുപോലത്തെ ന്യൂസുകൾ സംഭവങ്ങളൊക്കെ വായിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഈ മിറാക്കിൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ, മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എരിവുള്ളതൊക്കെ കഴിക്കുമ്പോൾ സ്വീറ്റായിട്ടൊക്കെ തോന്നുന്നൊക്കെ പറയില്ലേ, അതേപോലെ. ഈ മിറാക്കിൾ ഫ്രൂട്ട് ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, അതും കെട്ടറിവാണ്. അതേപോലത്തെ ഒരു സംഭവമാണ് ഇതും ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഷുഗറും അങ്ങനത്തെ കാലറീസും ഒന്നും ഇല്ല എന്നാണ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്യാൻ ഒട്ടും പറ്റാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത് മേടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്തു. ഷുഗർ കട്ട് ചെയ്യുന്നവർക്ക് മാത്രമല്ല, ഈ ഷുഗർ പേഷ്യൻസിന് യൂസ് ചെയ്യാനും നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇത് ലോങ് ടേം യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചായ സെറ്റായി. ഇനി ഇതിൻ്റെ കഥ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ തേയിലയാണ്. ശരിക്കും നമ്മൾ ഇടുമ്പോൾ ഇങ്ങനെ പിരിപിരിന്ന് കിടക്കുന്നുണ്ടെങ്കിലും ഇത് ചൂടുവെള്ളത്തിൽ വീണ് കഴിയുമ്പോൾ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചനെ പോലെ ആവുന്നൊന്നല്ല, തേയില നല്ല ഇല പോലെയാവും. നമ്മുടെ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ട്, പക്ഷെ ഇതിന് വേറൊരു ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് മേടിക്കുമ്പോൾ നമ്മുടെ സ്റ്റീവിയയുടെ എക്സ്ട്രാക്റ്റ് മാത്രമുള്ളത് നോക്കി മേടിക്കാൻ ശ്രമിക്കണം. വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തിയിട്ട് മേടിക്കട്ടോ. അപ്പോൾ വേഗം മേടിച്ച് കുടിച്ചോ, നൈസാ.